നമസ്കാരം സുഹൃത്തുക്കളെ, JP ടോക്സിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ മോദി ഭരണകൂടത്തിന്റെ ഒരു പോഷക സംഘടനയായി മാറിയിരിക്കുന്നു എന്ന കാര്യം ഇന്ന് ഇന്ത്യയിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. എന്നാൽ മോദിയും അദ്ദേഹത്തിന്റെ ഈ സ്വന്തം സെലക്ഷൻ കമ്മീഷനും ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെന്നാണ്. എന്നാൽ ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ഇത് ലോകത്തിന് മൊത്തം മനസ്സിലായി എന്ന് വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. അതിന്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന യഥാർത്ഥ ഞെട്ടിക്കുന്ന വാർത്ത. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ ധ്വംസനങ്ങളിൽ ഒടുവിൽ സാക്ഷാൽ ഐക്യരാഷ്ട്രസഭ UN നേരിട്ട് ഇടപെട്ടിരിക്കുന്നു. അതെ, മോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ വോട്ടർമാരെ അടിച്ചമർത്തുന്നതും ജനവിധി അട്ടിമറിക്കുന്നതും എത്രത്തോളം ഭീകരമായ അവസ്ഥയിലാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് UN സ്പെഷ്യൽ റിപ്പോർട്ടർമാർ ഇപ്പോൾ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രയും വലിയ ജനാധിപത്യ ലംഘനം ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ UN തന്നെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി ഇടപെടേണ്ടി വന്നത്. കണ്ണടച്ച് പാൽ കുടിക്കുന്ന പൂച്ചയെ പോലെ താൻ ചെയ്യുന്നത് ആരും കാണുന്നില്ലെന്നും ജനങ്ങൾ വിഡ്ഢികളാണെന്നും നരേന്ദ്രമോദി വിചാരിക്കുന്നുണ്ടാകാം. എന്നാൽ ജനങ്ങൾ മാത്രമല്ല, ലോകം മുഴുവൻ ഇതൊക്കെ കൃത്യമായി കാണുന്നുണ്ടെന്നുള്ള സത്യം മോദിയും മോദിയുടെ സെലക്ഷൻ കമ്മീഷനും മനസ്സിലാക്കിയാൽ നന്ന്. ഈ വിഷയത്തിന്റെ ആഴവും ഇതിനു പിന്നിലെ അന്താരാഷ്ട്ര ഇടപെടലുകളും നമുക്കൊന്ന് വ്യക്തമായി പരിശോധിക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഈ പറയുന്നത് വെറുതെ വായിൽ വരുന്നത് പറയുന്നതാണെന്ന് ആരും കരുതേണ്ട. അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും പുറത്തുവന്ന പ്രമുഖ മാധ്യമ റിപ്പോർട്ടുകൾ തെളിവായി എൻ്റെ കൈവശമുണ്ട്. പ്രശസ്ത ദേശീയ മാധ്യമമായ ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്ത വാർത്ത നോക്കൂ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR എന്ന വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയിൽ വലിയ രീതിയിലുള്ള അട്ടിമറിയും വിവേചനവും നടക്കുന്നുണ്ടെന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ 3 സ്പെഷ്യൽ റിപ്പോർട്ടർമാർ ഭാരത് സർക്കാരിന് കത്തയച്ച് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടർമാരെയും ബംഗാളി വംശജരെയും വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി ഒഴിവാക്കുന്നു എന്നാണ് UN വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനായി അതീവ രഹസ്യവും ദുരൂഹവുമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രിവൺ മോഡലുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും അവർ ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്. ഡേറ്റയിലെ ചെറിയ അപാകതകൾ കാണിച്ച് ലക്ഷക്കണക്കിന് ന്യൂനപക്ഷ വോട്ടർമാരെയാണ് ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റുന്നത്. പേരിന്റെ സ്പെല്ലിങ്ങിലെ ചെറിയ തെറ്റുകൾ പോലും വോട്ട് കളയാനുള്ള ആയുധമാക്കുകയാണ്. പാവപ്പെട്ട സാധാരണക്കാർക്ക് തങ്ങളുടെ രേഖകൾ ഹാജരാക്കാൻ പോലും കൃത്യമായ സമയം നൽകുന്നില്ല. ഈ പ്രക്രിയയ്ക്ക് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ പേര് വോട്ടർ പട്ടിക പുതുക്കൽ എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് മോദിക്ക് വോട്ട് ചെയ്യാത്ത ജനവിഭാഗങ്ങളെ തിരഞ്ഞുപിടിച്ച് വോട്ടവകാശം നിഷേധിക്കലാണ്. മറ്റൊരു പ്രമുഖ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്ത കണക്കുകൾ നോക്കിയാൽ ഇതിന്റെ വ്യാപ്തി മനസ്സിലാകും. പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാം മണ്ഡലത്തിലെ കണക്കാണ് UN ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരിൽ 95% മുസ്ലിം വോട്ടർമാരാണ്. ആകെ വോട്ടർമാരിൽ 25% മാത്രം മുസ്ലിം ജനസംഖ്യയുള്ള ഒരു മണ്ഡലത്തിലാണ് 95% മുസ്ലിം വോട്ടുകൾ വെട്ടിമാറ്റിയത്. ഇത് വെറും ഒരു അബദ്ധമല്ല, കൃത്യമായ പ്ലാനിങ്ങോടെ വോട്ടർമാരെ ഒഴിവാക്കാനുള്ള ഗൂഢാലോചനയാണ്. ഇതിനു മുൻപ് മോദി സർക്കാർ കൊണ്ടുവന്ന വലിയ രാഷ്ട്രീയ നറേറ്റീവുകൾ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണകക്ഷിയിലെ പ്രമുഖ നേതാക്കൾ പാർലമെന്റിലും പൊതുവേദികളിലും വോട്ടുകൊള്ളയെ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ പുറത്താക്കൽ എന്ന രീതിയിലാണ് ചിത്രീകരിച്ചത്. ഈ ഒരു വർഗീയ നറേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ നിയമാനുസൃതമായ സാധാരണ മുസ്ലിം പൗരന്മാരുടെ വോട്ടവകാശമാണ് ഇവർ കവരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ഇത് വെറുമൊരു വെസ്റ്റ് ബംഗാളിലെ മാത്രം പ്രശ്നമല്ല എന്നതാണ്. ബീഹാർ ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങളിലാണ് ഈ SIR വോട്ടുകൊള്ള വളരെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത്. 2018 ആസമിൽ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് NRC വന്നപ്പോഴും ഇതേ രീതിയിൽ വംശീയ ഭാഷ ന്യൂനപക്ഷങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിന്ന കാര്യം UN സ്പെഷ്യൽ റിപ്പോർട്ടർമാർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ വർഷങ്ങളായി ആസൂത്രിതമായി നടക്കുന്ന വോട്ടർ സപ്രഷന്റെ തുടർച്ചയാണ്. ഈ കൊള്ളയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി
വ്യക്തമായ തെളിവുകളുമായി രംഗത്ത് വന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കർണാടകയിലെ അലന്ത് മണ്ഡലത്തിലെയും ബാംഗ്ലൂരുവിലെ മഹാദേവപുരയിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടു. കോൺഗ്രസിന്റെ ശക്തമായ ബൂത്തുകൾ മാത്രം തിരഞ്ഞുപിടിച്ച് അവിടുത്തെ ലിസ്റ്റിലെ ഒന്നാമത്തെ ആളുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഒരു സോഫ്റ്റ്വെയർ വഴി വ്യാജമായി വോട്ട് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ഒരേ ID ഉപയോഗിച്ച് പുലർച്ചെ 4 മണിക്ക് സെക്കൻഡുകൾക്കുള്ളിൽ വോട്ട് വെട്ടിമാറ്റുന്ന അട്ടിമറിയാണ് രാഹുൽ ഗാന്ധി തെളിയിച്ചത്. ദളിത്, ആദിവാസി, OBC, മറ്റിതര ന്യൂനപക്ഷ വോട്ടർമാരെയാണ് ഇതിലൂടെ പ്രധാനമായും ടാർഗറ്റ് ചെയ്തത്. ഇത് മാത്രവുമല്ല, ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഇതേ വോട്ടുകൊള്ള കേന്ദ്രീകൃതമായി നടന്നിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹരിയാനയിൽ മാത്രം ലക്ഷക്കണക്കിന് വോട്ടർമാരെയാണ് പോളിംഗിന് തൊട്ടു മുൻപ് വെട്ടിമാറ്റിയത്. ഒരു വീട്ടിൽ തന്നെ 501 വോട്ടർമാർ ഉണ്ടെന്ന് കാണിച്ച വ്യാജ കണക്കുകൾ, ഒരു സ്ത്രീയുടെ ഫോട്ടോ തന്നെ 200-ലധികം തവണ വോട്ടർ പട്ടികയിൽ ആവർത്തിച്ചു വന്ന അവസ്ഥ. ഇതിലൂടെയൊക്കെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുമ്പോൾ തെളിവുകൾ നശിപ്പിക്കാനായി പോളിംഗ് ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങൾ വെറും 45 ദിവസങ്ങൾക്കുള്ളിൽ നശിപ്പിച്ചു കളയാനാണ് ഇലക്ഷൻ കമ്മീഷൻ ശ്രമിക്കുന്നത്. ഇനി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത വാർത്ത നോക്കൂ. UN-ന്റെ 3 സ്പെഷ്യൽ റിപ്പോർട്ടർമാർ ഈ സുതാര്യമല്ലാത്ത SIR പ്രക്രിയയെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നപ്പോൾ പതിവ് പോലെ തങ്ങളുടെ തെറ്റുകൾ മൂടിവയ്ക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ശ്രമിക്കുകയാണ്. ഈ ആശങ്കകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് അവർ തള്ളിക്കളയുന്നു. നമ്മുടെ നാട്ടിലെ നാണമില്ലാത്ത ഗോദി മീഡിയകളും രാവിലെ തൊട്ട് രാത്രി വരെ ഈ ഇലക്ഷൻ കമ്മീഷനെ അഹോരാത്രം പുകഴ്ത്തുകയാണ്. എന്നാൽ മോദി സർക്കാർ ഇലക്ഷൻ കമ്മീഷനെ എങ്ങനെയാണ് വരുതിയിലാക്കിയത് എന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ മാറ്റി പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ മന്ത്രിമാർക്കും ഭൂരിപക്ഷമുള്ള സമിതി രൂപീകരിച്ചത് എന്തിനായിരുന്നു? തങ്ങൾ പറയുന്നത് പോലെ കേൾക്കുന്ന ഒരു കമ്മീഷനെ ഉണ്ടാക്കുന്നതിനായിരുന്നു അത്. ജനവിധി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെയോ അല്ലെങ്കിൽ വോട്ടെണ്ണലിലൂടെയോ മാത്രമല്ല, അതിനു മുൻപ് വോട്ടർ പട്ടികയിൽ നിന്ന് തന്നെ വോട്ടർമാരെ തുടച്ചു നീക്കിക്കൊണ്ട് ഇവർ അട്ടിമറിക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഇവിടെ ചോദ്യം ഇതാണ്: ഈ UN ഇടപെടൽ കൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടാവുമോ? യാഥാർത്ഥ്യം പറഞ്ഞാൽ ഇതുകൊണ്ട് പെട്ടെന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പരമാവധി ഇന്ത്യ ഈ കത്തിന് ഒരു മറുപടി നൽകും. പതിവ് പോലെ ഇലക്ഷൻ കമ്മീഷൻ വന്ന് ഇതൊക്കെ വ്യാജ ആരോപണങ്ങളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഇതിലും വലിയ അന്താരാഷ്ട്ര വിമർശനങ്ങൾ വന്നിട്ടും ഈ സർക്കാർ അതൊക്കെ പുഷ്ടിച്ചു തള്ളുകയാണ് ചെയ്തത്. എന്നാൽ ഈ ഇടപെടലിന്റെ പ്രാധാന്യം എന്തെന്നാൽ, ഇന്ത്യയിലെ ജനാധിപത്യം എത്രത്തോളം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന് ലോകത്തിന് മുന്നിൽ കൃത്യമായ തെളിവുകളോടെ തുറന്നു കാട്ടപ്പെട്ടു എന്നതാണ്. നരേന്ദ്രമോദി കണ്ണടച്ച് പാൽ കുടിച്ചതുകൊണ്ട് ആരും കാണുന്നില്ലെന്ന് വിചാരിച്ചാലും ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഇന്ത്യയിലെ ഓരോ നീക്കങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യ ഒപ്പുവെച്ചിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. ജനങ്ങളുടെ വോട്ടവകാശം അപഹരിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായി ജനവിധി മാറ്റിയെഴുതുന്ന ഈ ഏകാധിപത്യ പ്രവണതയ്ക്ക് ജനാധിപത്യ വിശ്വാസികൾ ശക്തമായ തിരിച്ചടി നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. നന്ദി, നമസ്കാരം.